ഹലോ ഗെയ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നേക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബ് അവാർഡ്സിനെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അതോടൊപ്പം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പ് 2-3 ആഴ്ച മുമ്പ് നമ്മളൊരു പാർട്ട് 1 ചെയ്തിട്ടുണ്ട് യൂട്യൂബ് റിലേറ്റഡ് വീഡിയോ ആയിട്ട്. അപ്പോൾ നമുക്കിപ്പം വെക്കേഷൻ ആയതുകൊണ്ട് പുറത്ത് പോയിട്ട് പോയൊന്നും വ്ലോഗ് എടുക്കാനായിട്ടൊന്നും ടൈമില്ല. അതുകൊണ്ട് വേറെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിൻ്റെ അകത്ത് തന്നെയാണ് എപ്പോഴും. അതുകൊണ്ടാണ് നമ്മുടെ ട്രാവൽ വ്ലോഗും അല്ലാത്ത ലൈഫ് സ്റ്റൈൽ വ്ലോഗൊന്നും വരാത്തത്. പേടിക്കേണ്ട, ഒരു മാസത്തിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മുടെ ഇതിൽ റെഗുലറായിട്ട് വീഡിയോ വരും. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് അവാർഡ്സിനെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ യൂട്യൂബ് അവാർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബ് തരുന്നതാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതനുസരിച്ച് യൂട്യൂബ് അവാർഡ് തരുന്നതാണ്. നമ്മൾ നോർമൽ അവാർഡ്സൊക്കെ കിട്ടുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതിൽ ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഗൈസ്, അപ്പോൾ എൻ്റെ അറിവിൽ ഏകദേശം 4 പ്ലേ ബട്ടണാണ് ഇപ്പം യൂട്യൂബ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് സിൽവർ പ്ലേ ബട്ടണാണ്. അതോടൊപ്പം തന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഗോൾഡൻ പ്ലേ ബട്ടണാണ് കേട്ടോ. അതോടൊപ്പം തന്നെ മൂന്നാമതെന്ന് പറയുന്നത് ഡയമണ്ട് പ്ലേ ബട്ടണാണ് മൂന്നാമത് വരുന്നത്. അതോടൊപ്പം തന്നെ നാലാമത് വരുന്നത് റെഡ് ഡയമണ്ട് പ്ലേ ബട്ടണാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം യൂട്യൂബ് നമ്മൾ വീഡിയോ ഇടുന്ന അനുസരിച്ച് യൂട്യൂബ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. മെയിൽ വരും, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കയ്യിൽ കിട്ടുന്നതായിരിക്കും. 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ 1 മില്യൺ ആകുമ്പോഴാണ് നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ 1 കോടി സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ യൂട്യൂബിൽ ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുള്ളത് നമ്മുടെ എംഫോടെക്, അതോടൊപ്പം തന്നെ കേൽ ബ്രോ, ബിജു ഋത്തിക് എന്ന് പറയുന്ന ആ സുഹൃത്തിൻ്റെ ഒരു ചാനൽ, പിന്നെ വേറെ ഒരു സംഗീത് ബ്രോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു ചാനലും കൂടെ ഈ ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗോൾഡൻ പ്ലേ ബട്ടൺ അല്ല, ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. ഈ ഗോൾഡൻ പ്ലേ ബട്ടണും അതോടൊപ്പം തന്നെ നമ്മുടെ സാധാ സിൽവർ പ്ലേ ബട്ടണൊക്കെ ആണെങ്കിൽ കേരളത്തിലുള്ള മിക്ക യൂട്യൂബേഴ്സിനും കയ്യിലുണ്ട്. എൻ്റെ അറിവിൽ റെഡ് ഡയമണ്ട് ബട്ടൺ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അത് 100 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. മിക്കവാറും കേൽ ബ്രോ, ബിജു ഋത്തിക് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ കേരളത്തിലോട്ട് മിക്കവാറും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. പ്ലേ ബട്ടണൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കണ്ടന്റ് ആയിരിക്കണം യൂട്യൂബിൽ ഇടേണ്ടത്. അല്ലാതെ വല്ലവരും വീഡിയോ ഒക്കെ എടുത്തിട്ടാൽ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടില്ല. ഇത് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് യൂട്യൂബ് ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, സ്വന്തം കണ്ടന്റ് ആണോ എന്ന പ്ലേ ബട്ടൺ കിട്ടിയിരിക്കും. അതോടൊപ്പം തന്നെ 6 മാസത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ ഒരു വീഡിയോ എങ്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പാണ് റെഗുലറായിട്ട് വീഡിയോ ഇട്ട് ഒരു 2 വർഷം ഗ്യാപ്പ് വീണ്ടും നിങ്ങൾ ഇതേപോലെ നോക്കിയപ്പം 1,00,000 സബ്സ്ക്രൈബേഴ്സോ ഒക്കെ ആയി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലേ ബട്ടണിന് വേണ്ടി അപ്ലൈ ചെയ്താൽ പ്ലേ ബട്ടൺ കിട്ടില്ല. 6 മാസം എങ്കിലും റെഗുലറായിട്ട് വീഡിയോ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്കിലും 6 മാസത്തിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ആയിരിക്കണം. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ യൂട്യൂബ് ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 365 ദിവസത്തിനുള്ളിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കോ വയലേഷനോ ഒന്നും വരാനായിട്ട് പാടില്ല. അല്ലാതെ ഒരു 90 ദിവസത്തിൻ്റെ അകത്ത് വെച്ചിട്ട് അല്ലാതെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കും അങ്ങനത്തെ വയലേഷൻ കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. എന്തായിരുന്നാലും ഇപ്പം യൂട്യൂബ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് 365 ദിവസത്തെ ഇതാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും വയലേഷൻ കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ ഈ പ്ലേ ബട്ടണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കില്ല. അതോടൊപ്പം തന്നെ ടെർമിനേറ്റ് ആയിട്ടുള്ള ചാനൽ, ഇപ്പം നിങ്ങൾ 1,00,000 സബ്സ്ക്രൈബേഴ്സായി ഇതേപോലെ അപ്ലൈ ചെയ്തു, പിറ്റേ ദിവസം പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആവുകയാണെങ്കിൽ, ചാനൽ ഡിലീറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലേ ബട്ടൺ കിട്ടുന്നതായിരിക്കില്ല. അതോടൊപ്പം തന്നെ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലിൽ മാത്രമാണ് ഈ പ്ലേ ബട്ടൺ അവർ അയച്ചു കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ മോണിറ്റൈസേഷൻ ഇതുവരെയായിട്ട് ആയിട്ടില്ല, അല്ലാതെ നിങ്ങൾക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടില്ല. മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്ലേ ബട്ടൺ അവർ യൂട്യൂബ് സെൻഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇത് അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു 10 ദിവസം 15 ദിവസത്തിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ സംഭവം നമ്മളെ കയ്യിൽ കിട്ടും. അവർ മെയിൽ അയക്കും. ആ മെയിൽ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് എങ്ങനത്തെ പ്രൊസീജിയറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ മെയിനായിട്ടും ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് യൂട്യൂബ് എന്തൊക്കെയാണ് അവാർഡ്സ് തരുന്നതിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇപ്പം കടന്ന് വേറെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, അല്ലാതെ ഇതിൻ്റെ അടുത്ത് വർഷത്തിലൊക്കെ ഒരിക്കൽ അവർ യൂട്യൂബ് ഗിഫ്റ്റായിട്ട് കുറേ സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഷോർട്സൊക്കെ വന്ന സമയത്ത് ഷോർട്സിൻ്റെ ലോഗോ വരുന്ന ലൈറ്റൊക്കെ കത്തുന്ന കുറച്ച് സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ റോബോട്ട്, അങ്ങനെ എല്ലാവർക്കും എന്നല്ല ചില യൂട്യൂബേഴ്സിനൊക്കെ അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഓരോരുത്തർ ഇതേപോലെ അൺബോക്സിങ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ പല
രീതിയിൽ യൂട്യൂബ് അത് നമ്മുടെ ഓഡിയൻസിനെയും അതോടൊപ്പം തന്നെ ക്രിയേറ്റീവ്സിനെയും എൻഗേജ് ആയിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് ഓരോ അവാർഡ്സും അതോടൊപ്പം തന്നെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പം ഞാൻ ഏകദേശം എനിക്ക് ഒരു 5-6 ചാനലുണ്ട്. അപ്പോൾ 5-6 ചാനലിൽ തന്നെ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നത് ഒരു 3-4 ചാനൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി ചാനലും എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടണം. അതിന് സംഭവം ടൈമില്ല. ഇപ്പം എല്ലാ ചാനലും കൂടെ ഒറ്റയ്ക്കാണ് ഞാൻ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോയിൽ കുറച്ച് ലാഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്ര മാത്രമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ എന്നൊരു ഗുഡ് ബൈ.